ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഹായ് ഫാമിലി, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ബാഗ് പാക്കിംഗ് ആണ് ചെയ്യാൻ പോണത് കേട്ടോ. അപ്പോൾ ഞാൻ ഒരുപാട് വീഡിയോ കണ്ടു. അപ്പോൾ ഏകദേശം എനിക്ക് മനസ്സിലായി എന്തൊക്കെ വേണമെന്ന്. അപ്പോൾ ഞാൻ പാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഒന്നും എനിക്കിത് അറിയില്ല. അപ്പം ഞാൻ ഇതിനെക്കുറിച്ചിട്ടൊന്നും എനിക്ക് ഇതുവരെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ 2 പ്രസവം കഴിഞ്ഞപ്പോൾ ഞാനൊരു സാധനം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ ഇതിലാണ് 3ാമത്തേലാണ് ഞാൻ ഇങ്ങനെയൊക്കെ വീഡിയോ കാണാനും അറിഞ്ഞത്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ നമുക്ക് അതേപോലെ പാക്ക് ചെയ്ത് നാട്ടക്കാലൊക്കെ ചെയ്ത് വെച്ചാൽ പെട്ടെന്ന് എടുക്കാനൊക്കെ ഒരു ഇതായില്ലേ, എളുപ്പമായല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ ഒരുപാട് വീഡിയോസ് ഞാൻ ഇങ്ങനെ ബാഗ് പാക്കിങ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്കൊരാഗ്രഹം. അപ്പം എനിക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം എന്നാൽ അതിൻ്റെ വീഡിയോ ആവാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ ഒരു 10 ദിവസമൊക്കെ ആയിട്ടുണ്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ട്. വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നമ്മുടെ ടൈം ആയിട്ടില്ല. ഇനിയിപ്പോൾ ടൈം അധികം ഇല്ല. അപ്പം എന്നാൽ വേഗം എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ ഡേറ്റ് വന്നിട്ട് 11 ലാസ്റ്റ് ഏപ്രിൽ 11 ഡേറ്റ് തന്നിരിക്കുന്നത്. 12 11 ഫസ്റ്റ് വന്നതിൽ 12 ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ 9ാം മാസത്തിൽ എടുത്തപ്പോൾ എനിക്ക് 11 ഡേറ്റ്. പക്ഷെ അവർ 7ാം തീയതി വരെ നോക്കാൻ പറഞ്ഞു. 7ാം തീയതി വരെ വേദന വന്നില്ലെങ്കിൽ അഡ്മിറ്റ് ആവാൻ പറഞ്ഞു. അഡ്മിറ്റ് ആവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുക. 7ാം തീയതി ഇനി 2 ദിവസം ഉള്ളൂ. 5 ആയി, ഇനി 6 7 2 ദിവസം ഉള്ളൂ. പഠിച്ചവനെ അപ്പയ്ക്ക് വേദന 2ാമത്തെ പ്രസവം. ഞാൻ 2 പ്രസവത്തിനും വേദന വന്നിട്ടാണ് പോയത്. അപ്പം ഇതിൽ വേദന ഇനി വന്നാളിങ്ങനെ വെയിറ്റ് ചെയ്ത് എന്താ വരാത്തത് എന്താ ആൾക്ക് വരാൻ തോന്നണ്ടോന്നൊന്നും അറിയില്ല. ആൾ സുഖമായിട്ട് ഇരിക്കുന്നുണ്ടൊക്കെ കുഴപ്പമൊന്നുമില്ല. അപ്പം നമുക്ക് ബാഗ് പാക്കിങ് തുടങ്ങാം. ഞാൻ ഫസ്റ്റ് തന്നെ ഒന്ന് 2 കോട്ടൺ സാരി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് പ്രസവിച്ച ആ സമയത്ത് അവർ ചോദിക്കും പറഞ്ഞിട്ട് അങ്ങനെ എടുത്ത് വെച്ചാണ് ചോദിക്കവര്. അപ്പം ആദ്യം 2 ഞാൻ ഒന്നും അറിയില്ല. കാരണം ഇതൊക്കെ ഉമ്മാൻ്റെ പരിപാടിയായിരുന്നു. ഉമ്മ ഒക്കെ ചെയ്യായിരുന്നു. എനിക്ക് ഇങ്ങനത്തെ ഒന്നും അറിഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല. നമ്മൾ വേന വരിക പ്രസവിച്ചിട്ട് വരിക ഒന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ ഉമ്മേനെ തുണി കാര്യങ്ങളൊക്കെ ഉമ്മയൊക്കെ കറക്റ്റാക്കി വെക്കുകയായിരുന്നു. ഇപ്രാവശ്യമാണ് ഞാൻ റെഡിയാക്കി വെച്ചത്. അപ്പോൾ ഉമ്മേനെ ഒക്കെ എടുത്തു തന്നതും. അപ്പോൾ ആദ്യം 2 കോട്ടൺ സാരിയാണ് വെക്കുന്നത്. പിന്നെ ഒരു മുണ്ടൂടി ഉണ്ടായിരുന്നില്ല, വെള്ളമുണ്ട്. ഒന്ന് വെച്ചോളൂ. ഒന്ന് വെച്ചോളൂ. വെള്ളമുണ്ട് ഒന്ന് ഒഴിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ലേ? എന്തോ മിസ്റ്റേക്ക്. 2 വെള്ളമുണ്ട്. അത് പിന്നെ വന്നിട്ട് മതി പറഞ്ഞു. തൽക്കാലം ഒരു വെള്ളമുണ്ട് കുട്ടിക്ക് എന്താണ് കെട്ടാൻ. പിന്നെ ഒരു സാധാ മുണ്ടോടും വെക്കുന്നുണ്ട്. എന്തിനെങ്കിലും ഒരു ആവശ്യം വന്നാലോ വിചാരിച്ചിട്ട്. പിന്നെ ഹോസ്പിറ്റലിൽ പാമ്പേഴ്സ് യൂസ് ചെയ്യാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി തുണിയൊക്കെ കസ്റ്റാനൊക്കെ പോണക്കാട്ടി നല്ലത്. അപ്പോൾ വെറുതെ ഒന്ന് വെക്കുക. ഒരു തുണി വന്നിട്ട് മാത്രം, ഒരു വെള്ള തുണി. അപ്പോൾ നമ്മൾ പേരൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് പിന്നെ പിന്നെന്താ പിന്നെ നമുക്ക് അണ്ടർസ്കർട്ട് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അതുകൂടി ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നെയ്റ്റി എടുത്തിട്ടുണ്ട്. 3 പുതിയ നെയ്റ്റിയാണ്. അതിന് വേണ്ടി ഞാൻ ഒരു 3 നെയ്റ്റി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി വെക്കാം. പിന്നെ അടിപ്പാവട അണ്ടർസ്കർട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ 2 ഷോള് കൂടി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൂടി വെക്കാം. അത്യാവശ്യം വേണ്ട സാധനങ്ങൾ എടുക്കണുള്ളൂ. പിന്നെ ഒരു ബെഡ്ഷീറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. അതുകൂടി വെക്കുന്നുണ്ട്. പിന്നെ കുട്ടിക്ക് വേണ്ടിയിട്ട് 2 ടർക്കി എടുത്തിട്ടുണ്ട് ഞാൻ. ഓപ്പൺ ചെയ്തു മുമ്പത്തെ പിക്ചർ കണ്ട. എന്താ കുട്ടിക്ക് വേണ്ടിയിട്ട് 2 ടർക്കിയാണ് എടുത്തിരിക്കുന്നത്. മറ്റേതും കാട്ടെ. ഇതൊരു ടർക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതൊന്ന് നമ്മൾ കുട്ടീനെ കടത്തിയിട്ടൊക്കെ ഇങ്ങനെ കൊണ്ടുപോകാനോ എന്തിനെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇതൊന്നുകൂടി എടുത്തിട്ടുണ്ട്.
സിമ്പിൾ ഒരു ടർക്കി പുതിയതൊന്നും ഞാൻ ഇതാ ഇതുകൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു 3 ടർക്കി ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ 2 തോർത്തൂടി എടുത്തിട്ടുണ്ട് കുട്ടിക്ക്. ഇത് എനിക്കാണ് കേട്ടോ തോർത്ത്. പിന്നെ അവർ മുണ്ട് ചോദിക്കും, അപ്പോൾ പുതിയ മുണ്ട് കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ആ സമയത്ത് കൊടുത്തിട്ട് ചോദിക്കും, അപ്പോൾ അതുകൂടി ഞാൻ റെഡിയാക്കി വെക്കുന്നുണ്ട്. പിന്നെ കുട്ടീൻ്റെ സാധനമൊക്കെ ഇതിൽ തന്നെ വെക്കാൻ, ഇതിൽ സ്ഥലം കഴിഞ്ഞു പ്ലേസ്. ഞാൻ ഈ കൂടുതൽ വെക്കാം, ഇതിൽ വെക്കാം വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സിമ്പിൾ ഒരു ടർക്കി എടുത്ത് വെക്കുന്നുണ്ട്, എന്തെങ്കിലും ആശയം വന്നാലും വിചാരിച്ചിട്ട്. പിന്നെന്താ, പിന്നെ ഞാൻ എന്താ ഒരു ബ്രഷ്, പേസ്റ്റ്, ചെറിയ എന്താണ് മെഡിമിക്സിൻ്റെ സോപ്പ്, കുളിക്കുന്ന സോപ്പ്, പിന്നെ ഒരു തിരുമണ സോപ്പ്. ഹോസ്പിറ്റലിലേക്ക് തീരുമാനമാണ് അല്ല, എന്തെങ്കിലും ആവശ്യം വരികയോ നമുക്ക് അവർ. പിന്നെ എന്താണ് ചെറിയൊരു വെളിച്ചെണ്ണ. അപ്പം ഇതൊക്കെ തന്നെ ഈ സൈഡ് പോക്കറ്റിലാണ്. പിന്നെ ഇത് 2 മരുന്നും ഡോക്ടർ എഴുതിയതാണ്. ഇത് ഇൻഫെക്ഷന് ഉണ്ടാവും ആ സമയത്ത് വേറൊരു ഓയിൻമെൻ്റ് ആണ്. പിന്നെ വാഷ് ചെയ്യാനാണ്. നമുക്ക് അപ്പം അത് നമുക്ക് തന്നിട്ടുണ്ട്. ഈ മാസം 9 മാസം പോലത്തെ തന്നാണ്. പ്രസവിച്ച് കഴിഞ്ഞാൽ എന്തായാലും ഒരു നമുക്ക് എഴുതും. അപ്പം നമ്മൾ ഫസ്റ്റ് വാങ്ങിയത് കൊണ്ട് ഇതുകൂടി ഞാൻ കരുതുന്നുണ്ട്. പിന്നെ തേന്, കുട്ടി പ്രസവിച്ച് കഴിഞ്ഞാൽ ഇനിപ്പ് കൊടുക്കാൻ, പ്രസവിച്ച് കഴിഞ്ഞാൽ തേൻ കൊടുക്കും, ഇനിപ്പ് കൊടുക്കും. നമ്മളത് തേനാക്കി. ഇതന്നെ മധുരം. ഈത്തപ്പഴം വെറുതെ വായിൽ വെച്ച് കൊടുക്കും, ഉമ്മാന്റെ വായിൽ വെച്ചിട്ട്. അപ്പോൾ തന്നെ എൻ്റെ അടുത്താ ചോദിക്കും 2 പ്രസവം കഴിഞ്ഞിട്ട്. അല്ല, ഇവര് തേന 2 തേന കൊടുത്തിട്ടെന്ന് പറയുന്നത്. അപ്പൊ ഈ പ്രാവശ്യം ഈത്തപ്പഴം എടുത്ത് വെക്കേണ്ടി വരും. അപ്പൊ അതോട് വെച്ച് പിന്നെ ഒരു ചീർപ്പൊടി വെക്കുന്നത്. പിന്നെന്താ കഴിഞ്ഞില്ലേ, ഏകദേശമായി. പിന്നെ നമ്മുടെ ഫയല്, സ്കാനിങ് റിപ്പോർട്ട്, അങ്ങനത്തെ കുറച്ച് മെയിൻ കാര്യങ്ങളൊക്കെ ഉള്ളത് ഞാൻ ഈ ഒരു ബാഗിലാണ് ആക്കിയിരിക്കുന്നത്. അപ്പോൾ കംപ്ലീറ്റ് നമ്മൾക്ക് അത്യാവശ്യമായിട്ടുണ്ട്. ഇനി ഉള്ള പാമ്പേഴ്സ് വാങ്ങണം. പിന്നെ കുട്ടിക്കുള്ള ഫാൻ ഇടാത്തതും കൂടെ നല്ല വേർക്കുന്നുണ്ട്. കുട്ടിക്കുള്ള എന്താണ് ഡ്രസ്സൊക്കെ ഞങ്ങൾ ഇപ്പോൾ എടുക്കുന്നില്ല, കാരണം അതൊക്കെ പ്രസവം കഴിഞ്ഞിട്ടാണ് എടുക്കുകയുള്ളൂ. മുൻകൂട്ടി എടുക്കുമ്പോൾ എല്ലാവർക്കും ടെൻഷനാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കി. ഞാൻ പെരുന്നാളിന് ഡ്രസ്സൊക്കെ എടുക്കുന്നത് ആഗ്രഹിച്ചാണ്. അപ്പോൾ ഇവർക്കൊന്നും താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത് എടുത്തില്ല. അപ്പോൾ പ്രസവം കഴിഞ്ഞിട്ട് ഇവരെടുക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ആയി വിചാരിക്കണം. എന്തെങ്കിലും മറന്നു എന്നുള്ള കാര്യം അറിയില്ല. അപ്പോൾ ഇത് ദുആ ചെയ്യാൻ മറക്കരുത്. സോപ്രസവ 2 സോപ്രസവമാണ്. ഇത് 3ാമത്തേണ് എൻ്റെ. അപ്പോൾ നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കാനും ദുആ ചെയ്യാനും മറക്കരുത്. ആൾ വരാനും ആരോഗ്യോടെയും ആയുസോടെയും എന്താണ് ഒരു കേടുപാട് കൂടാതെ ഞങ്ങൾ സോപ്രസവമായി കിട്ടണമെന്ന് ദുആ ചെയ്യണം. ആമീൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ ഉള്ളൂ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം.